ബ്ലാക്ക് നമ്മളിപ്പോ ഒരു 5-6 വണ്ടി കയറും. വന്ന വണ്ടികളൊക്കെ ഒരാഴ്ച 10 ദിവസം നിൽക്കണം, സെയിൽ ആവും. ബ്ലാക്ക് കളറിന് ഒരു പ്രത്യേകത 12,20,000 രൂപക്ക് കേരളത്തിലേക്ക് നമ്പർ ആയ കണ്ടീഷൻ വണ്ടിയാണ് ഇത്. നമ്മൾ 7,60,000 ഫൈനൽ കൊടുക്കാം. 2014 18 വണ്ടിയാണ്. നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് വണ്ടി വേണമെങ്കിൽ ഒരു 3 മാസമൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സിന് എന്ത് കംപ്ലീറ്റ് 15.5 ലക്ഷത്തിനാണ്. വെറും 15.5 ലക്ഷം. സെറ്റ് ഓട്ടോമാറ്റിക് നമ്പർ ആയ വണ്ടി ഫുൾ ലോൺ കിട്ടുന്ന വില കൊടുക്കാൻ പറ്റുമോ? 13,60,000 നമ്പർ ആയ വണ്ടിയാണ്. ഏകദേശം 2-2.5 ലക്ഷം റുപ്യാണ് കേരള നമ്പർ ആവാൻ ടാക്സ് വരുന്നത്. നമ്മൾ 2,65,000 കൊടുക്കും കേരള നമ്പർ ആക്കിയിട്ട്. നമ്പറായി പേപ്പർ എടുത്ത വണ്ടി. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു പെരുന്നാൾ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് PMA കാർസിന്റെ മുറ്റത്താണ് കേട്ടോ. ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫുൾ ഓഫറുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മളെ പെരുന്നാൾ ആയതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ടയോട്ടന്റെ വാഹനങ്ങളുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്, ചെറുവണ്ടികളുണ്ട്. എല്ലാതും പൊതുവെ മാർക്കറ്റ് റേറ്റിൽ നിന്നും കമ്മിയാക്കിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ അവസാനം വരെ കണ്ടോളി. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അൻവർക്ക, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? സ്റ്റോക്കുകളൊക്കെ ഔട്ടായി. സെറ്റാണ്. പെരുന്നാളായിട്ട് നമ്മളെ ഫോളോവേഴ്സിന് എന്താണ് ഓഫർ കൊടുക്കാനുള്ളത്? നല്ല ഓഫർ, അടിപൊളി ഓഫറിൽ കൊടുക്കുന്നുണ്ട്. നല്ല പ്രൈസ് കുറച്ചിട്ട് എവിടെ എല്ലായിടത്തും വന്ന് അന്വേഷിച്ചിട്ട് മാത്രങ്ങൾ എടുത്താൽ മതി. അജാതി പ്രൈസിൽ നമ്മൾ. അല്ല, ഇന്നോവകളൊക്കെ എവിടെ? ഇന്നോവകളൊക്കെ സെയിലായി. 10-15 ഇന്നോവ ഉണ്ടായിരുന്നു, ഒക്കെ സെയിലായി. അത് നമ്മുടെ പെരുന്നാൾ ഓഫറായിട്ട് മാത്രം. അപ്പൊ താല്പര്യമുള്ളവര് ഈ വീഡിയോ കണ്ട പാടനെ വിളിച്ചോളി. കാരണം വണ്ടികളൊന്നും കയ്യിൽ നിൽക്കൂല, അമ്മാതിരി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നോവ സെയിലായി വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഒരുപാട് സ്റ്റോക്കുകൾ ഇനിയും വരുന്നുണ്ട്. ഇന്നോവ വരുന്നുണ്ട്. ഒക്കെ 10-25 വണ്ടികൾ ഇനി സ്റ്റോക്ക് കയറുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ വണ്ടികളും സെയിൽ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇനി ഒരുപാട് കയറാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ കൊണ്ടോട്ടിക്കടുത്ത് മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് PMA കാർസ് നമ്മുടെ ഷോറൂമിന്റെ പേര്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. പിന്നെ ഓഫർ റേറ്റിൽ ക്രിസ്റ്റൽ ഇങ്ങോട്ട് പൊട്ടിക്കാം. ആദ്യമായിട്ട് 2018 മോഡൽ സെക്കൻഡ് ഓണർ. നിലവിൽ കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. കിലോമീറ്റർ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. 15 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഉണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ആണ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഒറിജിനൽ ആണ്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 70-80 കേട്ടോ ശതമാനം വരുന്നുണ്ട്. നല്ല സിൽവർ ബീഡിങ്ങളൊക്കെ വരുന്ന നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. G4 മാനുവൽ അല്ലേ? 18 മോഡലാണ് കേട്ടോ. വിത്ത് കേരള നമ്പറിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് അതർ സ്റ്റേറ്റിന്റെ വില കൊടുക്കാൻ പറ്റുമോ? 13,60,000 നമ്പർ ആയ വണ്ടിയാണ്. ഏകദേശം 2-2.5 ലക്ഷം റുപ്യാണ് കേരള നമ്പർ ആവാൻ ടാക്സ് വരുന്നത്. 13.5 ലക്ഷത്തിന് 13.60 15 ലക്ഷം IDV പുതിയ ഇൻഷൂർ ഉണ്ട്. ഏകദേശം 12-13 ലക്ഷം ലോൺ. നല്ല റേറ്റ് ആണ്, നല്ല ഡീലാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്നോളി. റീപ്ലേസ് മേജർ ഇല്ലാത്ത വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടും. ക്രിസ്റ്റ്യൻ സെറ്റ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് ഐശ്വര്യമാണ് കാണാൻ, കയ്യിൽ നിൽക്കൂല. യാത്രക്കും സുഖമാണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഗിയർ ബോക്സ് ഒക്കെ അത്രയും പെർഫോമൻസ്. മാത്രമല്ല 2.8 ആണ്. 2.8 ഇഞ്ച്. വലിയ മൈലേജിൽ മാറ്റം വരുന്നുണ്ട്. എന്നാൽ വലിയ മാറ്റമൊന്നുമില്ല. 10-11 മൈലേജും കിട്ടും. 16 മോഡലാണ്. സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. കേരളത്തിലേക്ക് നമ്പർ മാത്രമല്ല ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ്, ടെയിൽ ലൈറ്റ്, അതുപോലെ ഹെഡ് ലാമ്പ്, അത്യാവശ്യം നല്ല നമ്പർ ഉണ്ട്. ഫാൻസി നമ്പർ കേരള നമ്പറായി 40-50 ഉള്ള ഫാൻസി നമ്പർ ആയ വണ്ടിക്ക് എന്തെങ്കിലും മേജർ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. നമ്മള് മൊത്തത്തിൽ ഓഫർ പ്രൈസ് ഇവിടെ 16 ചോദിച്ചിരുന്ന വണ്ടി ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 15.5 ലക്ഷത്തിനാണ്. വെറും 15.5 ലക്ഷം. സെറ്റ് ഓട്ടോമാറ്റിക് നമ്പർ ആയ വണ്ടി ഫുൾ ലോൺ കിട്ടുമോ? മാക്സിമം ഒരു 14 വരെയൊക്കെ ലോൺ. 14 വരെ ലോൺ കിട്ടും. ഇനി പോവാണെങ്കിൽ നമുക്ക് ഒരു ഗ്രേ കളർ ഉണ്ട് അല്ലേ? സെറ്റ് ഓട്ടോമാറ്റിക് കേരള നമ്പർ ആയിട്ടുണ്ട്. 2018 മോഡൽ നിലവിൽ കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. 18 വണ്ടിയാണ്. നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് വണ്ടി വേണമെങ്കിൽ ഒരു 3 മാസമൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സിന് എന്ത് കംപ്ലൈന്റ് ഇല്ല അവർക്ക് തിരിച്ചു കൊടുക്കാം. അത്രയും കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. വണ്ടിക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ 70% ടയർ ഉണ്ട്. DL രജിസ്ട്രേഷൻ നോക്കണ്ട, കേരള നമ്പർ ആയിട്ടുണ്ട്. 2.8 സെഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഒക്കെ എന്താ? സെക്കൻഡ് ഓണർ ആയപ്പോ നമ്പർ ആയപ്പോ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. സിംഗിൾ ഓണർ കേരള നമ്പർ ആയപ്പോ സെക്കൻഡ് ആയിട്ട്. പിന്നെ സെഡ് പിന്നെ ഇന്റീരിയർ നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്നുണ്ട്. 18,25,000 രൂപക്ക് 18 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് കേരള നമ്പർ ആയ വണ്ടി. കേരള വണ്ടി ആണെങ്കിൽ ഏകദേശം 21-22 ലക്ഷം എന്തായാലും തീർച്ചയായിട്ടും മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. കുറച്ച് മോഡൽ കൂടി ക്രിസ്റ്റൽ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ലോൺ ആണെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. ഇതേതാ ഫോർച്യൂണർ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2013 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയ വണ്ടിയാണ്.
ഇത് നമ്മൾ 12,20,000. 12,20,000 രൂപക്ക് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി മാത്രമല്ല മാക്സിമം ലോഡ്. ഇതിന് ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളി. 12 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇന്റീരിയർ ഒക്കെ നോക്കിക്കോളി. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ലാത്ത കണ്ടീഷൻ വണ്ടി അല്ലേ? മാക്സിമം ലോണ് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ കൊണ്ടുപോകാ, ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ നോക്കി എടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇന്നോവ കാണുന്നുണ്ട്. ആകെ ഒരൊറ്റ പീസുള്ളൂ. അത് നല്ലൊരു നമ്പർ 1 ക്വാളിറ്റി വണ്ടി കേട്ടോ. അത് ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2013 മോഡലാണ്. വി ആണോ? വി ഓപ്ഷൻ അല്ലേ? കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ ഇതിൽ കാണിക്കണ സംതിങ് ആണ്. ജെനുവിൻ കേരള നമ്പർ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ ഒരാൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വണ്ടിയാണ്. മാത്രല്ല 8 സീറ്റ് അല്ലേ? 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. വണ്ടി കണ്ടീഷൻ ഒക്കെ അല്ലേ മൊത്തത്തിൽ? 8 സീറ്റ് റയർ പീസ് ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇത് നമ്മൾ 7,60,000 ഫൈനൽ കൊടുക്കാം. 2014 അല്ലേ? 13 മോഡൽ വി 7,60,000 നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. താല്പര്യമുള്ളവർക്ക് ഇനി വേണമെങ്കിൽ കുറച്ചും കിട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അൻവർക്ക, ഇതേതാ ബ്ലാക്ക് കാര്യം പോലും നിങ്ങളെടുത്ത് വരുമ്പോ എപ്പോഴും ഉണ്ടാവില്ല. ഓരോ അന്നത്തെ വണ്ടി ബ്ലാക്ക് നമ്മളിപ്പോ ഒരു 5-6 വണ്ടി കയറും. വന്ന വണ്ടികളൊക്കെ ഒരാഴ്ച 10 ദിവസം നിൽക്കണോ സെയിൽ ആവും. ബ്ലാക്ക് കളറിന് ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ടൈപ്പ് 2 ആകുമ്പോ ഒന്നും കൂടി ഒരു പ്രൗഡി ഫീൽ കിട്ടും. വൈറ്റും കുഴപ്പമൊന്നുമില്ല. ഇത് ഡീറ്റെയിൽ എങ്ങനെയാണ്? 2009 4x4 മാനുവൽ ആണ്. 4 വീൽ അല്ലേ? 2030 4 വീല്. 2030 വരെ പേപ്പർ എടുത്തിട്ട് നമ്മള് 8,40,000 ആണ് ആസ്ക് ചെയ്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 8,40,000 ഫോർച്യൂണർ നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്ത് കളർ മാറ്റി ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഒറിജിനൽ കമ്പനി കളർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പേപ്പറിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഈ റേറ്റിനുള്ള വണ്ടി ഉണ്ട് എന്ന് പറയാം അല്ലേ? എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും നീക്കുമൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ലോൺ കിട്ടൂല, റെഡി ക്യാഷ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഇനി വൈറ്റ് വേണ്ടവർക്ക് ചെറിയ റേറ്റിൽ വൈറ്റും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2011 മോഡൽ 4x4 മാനുവൽ തന്നെയാണ്. ഓക്കെ, കേരള വണ്ടിയാ? നമ്പർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടൈപ്പ് 2 ആണോ അതോ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്താണ്? ഇതിനൊക്കെ എന്താ ആസ്ക് ചെയ്ത് നമ്മള്? ഇത് നമ്മൾ ആസ്ക് ചെയ്യണേ വെറും 8,60,000 രൂപ. 8,60,000 രൂപക്ക് നമ്പർ ആയ വണ്ടി നമുക്ക് കൊടുക്കാം. എന്താ റേറ്റ് കുറച്ച് കൊടുക്കണം? റേറ്റ് ഇത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് മേജർ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ലല്ലേ? നല്ല റേറ്റ് ആണ്. ഒരു മാർക്കറ്റിൽ നിന്നൊക്കെ ഒന്നുകൂടി പൊട്ടിച്ച റേറ്റ് ആണ്. 9-9.5 മാർക്കറ്റുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്. കേരള നമ്പർ ആക്കിയിട്ടുണ്ട്. ലോൺ കിട്ടില്ല അല്ലേ? ലോൺ കിട്ടില്ല. ലോണ് ശ്രീറാം ഫിനാൻസ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്, എന്നാലും നോക്കാം നമുക്ക് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയില് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? അതെ, ചുരുങ്ങിയ ഓട്ടോ ഓടിയ പുതിയ മോഡൽ ഫോർച്യൂണർ. ഇതിന് ഫോർച്യൂണർ ഒക്കെ 76,000 കിലോമീറ്റർ വണ്ടി വളരെ റയർ ആയിട്ട് കിട്ടുള്ളൂ. അത് ഒറിജിനൽ ജെനുവിൻ ഹിസ്റ്ററി ഉള്ള കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ജസ്റ്റ് ഇന്നലെ സ്ക്രാച്ച് ഉണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ വന്ന സ്റ്റോക്കിൽ വന്ന കണ്ടീഷൻ. ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുത്തൂടെ? ഇതൊന്നും പോളിഷ് കൂടി ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സർവീസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്നലെ വന്നിട്ടുള്ളൂ, ഡൽഹിയിൽ നിന്ന് ഇന്നലെ വന്നിട്ടുള്ളൂ. വണ്ടി നോക്കുകയാണെങ്കിൽ പക്ക അവിടുത്തെ ഒരു ടച്ചപ്പ് കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ അത്ര നല്ല രീതിയിൽ നോക്കിയാലേ ഉള്ളൂ ഈ ഒരു ക്വാളിറ്റി നോക്കിയാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ഇനിയിപ്പോ അവര് ടയോട്ടന്റെ ഷോറൂമിൽ എവിടെ വേണേലും കൊണ്ടുപോയിക്കോട്ടെ അല്ലേ? എങ്ങനെ വേണേലും കൊണ്ട് ചെക്ക് ചെയ്തോളി. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. 70,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി നമുക്ക് പക്ക ടയോട്ടയിൽ കൊണ്ടുപോയിട്ട് എടുത്താൽ മതി. അവരുടെ ടയോട്ടയിൽ വേണമെങ്കിൽ സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. അവിടെ നമ്പർ ആകുമ്പോൾ സെക്കൻഡ് ഓണർ. മേജർ ആക്സിഡന്റ്, മേജർ റീപ്ലേസ്മെന്റ് ഇല്ല. മേജർ ഒരു റീപ്ലേസും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് പിന്നെ അവിടുത്തെ വരുന്ന വണ്ടികളൊക്കെ ചൂട് കാരണം പൊട്ടുന്നുണ്ട്. വേറെ ബോണറ്റോ ബമ്പറോ കാര്യങ്ങളോ ഒന്നും ഗ്യാരണ്ടി ഗ്യാരണ്ടി. സർവീസിൽ തിരിമറി നടന്നതിന് തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത റേറ്റിനുള്ള 1 ലക്ഷം ഏറെ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. അത്രയും ഗ്യാരണ്ടിയാണ്. എത്ര കൊടുക്കുന്നത്? ഇത് നമ്മള് റേറ്റ് ഇച്ചിരി സാധാരണ മാർക്കറ്റ് റേറ്റ് 28 ആണ്. ഇത് കിലോമീറ്റർ ജനുവിൻ ആയതുകൊണ്ട് നമുക്ക് 30 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. കേരള നമ്പർ ആക്കാതെ 30 ലക്ഷം രൂപ നമ്പർ ആക്കിയിട്ടാണ് 30 ലക്ഷം. ഏകദേശം 4 ലക്ഷം രൂപയോളം ടാക്സ് അടക്കേണ്ടി വരും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രീമിയം കാറാണ്. ഒരു ഇന്നോവ അടക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഒന്നുകൂടി ഒന്ന് താല്പര്യം കേട്ടോ. ഡീറ്റെയിൽ എങ്ങനെ? 14 മോഡല് നമ്പർ ആയ വണ്ടിയാണ്. 7,60,000 എടുക്കാം. വെറും 7,60,000 രൂപ ഗോൾഡ് കളർ നമ്പർ ആയ വണ്ടിയാണ്. ഈ റേറ്റില് ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 7 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ വരെ. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. താല്പര്യമുള്ളവർ പെട്ടെന്ന് വരിക, ചെക്ക് ചെയ്യുക, എടുക്കുക. ഓക്കെ, അത്ര ഉള്ളൂ. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നല്ലൊരു ഡീലാണ്, നല്ല റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇനി പ്രീമിയം സെഗ്മെന്റിലേക്ക് അടക്കാം.
ബെൻസ് ഉണ്ട്, അതുപോലെ തന്നെ BM ഉണ്ട്, ഓടി ഉണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റ്. ഈ ഒരു വണ്ടി ഈ ഒരു വില അല്ലെ, ഒരു എത്തിയോസിന്റെ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ന് വിചാരിച്ചിട്ട് വണ്ടി ചെറുപറ ചകള വണ്ടി ഒന്നുമില്ലല്ലോ. വർഷാപ്പിൽ എവിടെയൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്തോട്ടെ, ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2010 മോഡൽ നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, 2030 വരെ നമുക്ക് പേപ്പർ പുതിയത് എടുത്തു കൊടുക്കാം. ഓക്കെ, ഈ വണ്ടി നമുക്ക് പ്രൈസ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. ഒരു 6 ലക്ഷം രൂപ. 2030 വരെ പേപ്പർ. നമ്മളൊരു പ്രേക്ഷകർക്ക് ഒരു 5000 റുപ്യ നമ്മളൊക്കെ കമ്മി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മലയാള മീഡിയന്റെ പ്രേക്ഷകർക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ലാസ്റ്റ് 5,95,000 കൊടുത്തൂടെ? ലാസ്റ്റിലെ അതിലൊന്നും കുറയാനില്ല കൂടാനില്ല കേട്ടോ. 5,95,000 നമുക്ക് പേപ്പർ എടുത്ത് കേരള നമ്പർ ആക്കിയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷിച്ചിട്ട് വന്നോളി ഈ ഒരു ക്വാളിറ്റിയുള്ള വണ്ടി. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നല്ലൊരു ഗുഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഒറിജിനൽ കേരള 9966 എന്നുള്ള ഫാൻസി നമ്പറുള്ള വണ്ടി 320 അല്ലേ, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എന്താ ചോദ്യം, റീറ്റെയിൽ എങ്ങനെയാണ്? 6.5 ലക്ഷമാണ് ചോദിക്കണേ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. മോഡല് 2011 ഒറിജിനൽ കേരള. 11 ഒറിജിനൽ കേരള 6.5 ലക്ഷം റുപ്യക്ക് നല്ലൊരു ക്വാളിറ്റി വണ്ടി. ഓണർഷിപ്പോ തേർഡ് ഓണർ ആയിട്ടുണ്ട്. പക്ഷെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുത്തൻ വണ്ടിയുടെ ഫീല് കിട്ടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രീമിയം വണ്ടിയല്ലേ, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല റേറ്റ് ആണ്, ലോൺ കിട്ടൂല. ഈ 2 വണ്ടിക്ക് ലോൺ കിട്ടും. ശ്രീറാം ഫിനാൻസ് കിട്ടും. മാക്സിമം നോക്കി നോക്കാം, നല്ല ട്രാക്കുള്ളവർക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും റെഡി ക്യാഷ് എടുക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അടുത്തത് 2013 മോഡൽ ഓടി Q3. ഡീറ്റെയിൽ എങ്ങനെ? 2013 സെക്കൻഡ് ഓണർ നമ്പർ ആയ വാഹനമാണ്. ഓക്കെ, ഇൻഷുറൻസ് നമുക്ക് പുതിയ ഒരു 10 ലക്ഷം 12 ലക്ഷം IDV പുതിയ എടുത്തു കൊടുക്കാം. ഓക്കെ, 8,60,000. 9.10 ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. 8,60,000 പെനോറമിക് സൺറൂഫ് ഉള്ള ഓടി Q3 കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ലോൺ വെച്ചാൽ ഫുള്ള് ലോൺ കിട്ടും. മാക്സിമം ഫുൾ ലോൺ കിട്ടും. നല്ല ട്രാക്ക്, നല്ലൊരു പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് അക്കോഡ് ചെക്കന്മാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അക്കോഡ് ഉണ്ടോ അക്കോഡ് ഉണ്ടാകുന്നു, അതും മാനുവല് അല്ലേ? മാനുവല് കുറച്ച് 2010 മോഡൽ 2030 വരെ പേപ്പർ എടുത്ത പേപ്പർ. ഈ കണ്ണാടിക്കൊന്നും ലെവലാക്കി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് 3 അക്കോഡ് ഓട്ടോമാറ്റിക്കലി സൺറൂഫ് ഉള്ള വണ്ടിയൊക്കെ വേറെ വരുന്നുണ്ട്. ഓക്കെ, അക്കോഡ് ഡൽഹിയിൽ 3 വണ്ടി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾക്കാണ് അധികം ആരാധകർ. ഇത് മാനുവലാണ്. 2010 മോഡല് 30 വരെ പേപ്പർ എടുത്ത വണ്ടി നമ്മൾ 2,65,000 കൊടുക്കും. കേരള നമ്പർ ആക്കിയിട്ട് നമ്പറായി പേപ്പർ എടുത്ത വണ്ടിയാണ്. പേപ്പർ എടുത്ത വണ്ടി എത്രക്ക് ലാസ്റ്റ്? ഇത് നമ്മൾ 2,65,000 കൊടുക്കും. കുറച്ച് കൊടുത്തു എന്തെങ്കിലും. മൈലേജ് എന്താ അവസ്ഥ? മൈലേജ് അക്കോഡ് അല്ലേ, പെർഫോമൻസ് കാറല്ലേ, ഒരു 10-12 ഒക്കെ മൈലേജ് പ്രതീക്ഷ. പക്ഷെ വണ്ടിയുടെ കാര്യത്തിൽ മെയിൻ്റെനൻസ് കുറവാണ്, പക്ഷെ പെരും മറ്റേ പവറാണ്, മുട്ട പവറാണ്. അപ്പൊ പവർ പെർഫോമൻസ് മോഡിഫൈ ചെയ്ത് പൊട്ടിച്ച് നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കൊണ്ടേക്കോളി അല്ലേ. അപ്പൊ ചങ്ങായിമാരെ, പെരുന്നാൾ ഓഫറാണ്. നിങ്ങൾ എല്ലായിടത്തും എല്ലാ ഷോറൂമിലും അന്വേഷിച്ച് വന്നോളി. നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ വണ്ടി കൊടുക്കും. ഇനിയിപ്പോ പറഞ്ഞ പോലെ നമ്മൾ അൻവർക്കാനൊന്ന് ഷോപ്പ് ഇട്ടാൽ ഇനിയും ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ ഒന്നുകൂടി കോഴിക്കോട് പാലക്കാട് ഹൈവേയില് കൊണ്ടോട്ടിക്കടുത്ത് മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് PMA കാർസ്. നമ്മൾ ഷോറൂമിന്റെ പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റേറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കും. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ ഇട്ടുതരാം, കാറ്റലോഗ് ഡീറ്റെയിൽസ് അയച്ചാൽ. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽ അറിയുന്ന താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചോ അതിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.